ഹാർലേക്കർ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. ഗുരുമൂർത്തി പ്രസംഗത്തിനായി കൊണ്ടുവച്ച കാവിധ്വജമേന്തിയ ഭാരതാംബ ഇനി രാജ്ഭവന്റെ മെയിൻ ഹാളിലുണ്ടാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാവിധ്വജത്തെ സാക്ഷിയാക്കി അവിടെ ഇനി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. മന്ത്രി പി പ്രസാദ് പറയും പോലെ കാവിക്കൊടിയേക്കാൾ ഗുരുതരമാണ് അതിലെ ഭൂപടം. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന അവിഭക്ത ഇന്ത്യയുടെ ഭൂപടം ഭരണഘടനാ സ്ഥാപനത്തിൽ എങ്ങനെ ഇടം പിടിക്കും? ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒച്ചപ്പാടുണ്ടാക്കി ആളെ ഉണ്ടാക്കുകയല്ല യഥാർത്ഥ RSS രീതി. അത് പതുക്കെ നിശബ്ദമായി എതിർശബ്ദങ്ങളെ നിർവീര്യമാക്കി പടർന്നു പന്തലിക്കും. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ യഥാർത്ഥ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് ഭരണഘടന ഉറക്കെ പറഞ്ഞ് പ്രതിഷേധിക്കൽ മാത്രമാണ് പ്രതിരോധ മാർഗം. അതിൽ CPIയുടെ നിലപാട്, മന്ത്രി പി പ്രസാദിന്റെ ജാഗ്രത അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ദേശീയ പതാകയേന്തി വൃക്ഷത്തൈ നട്ടത് ഒരു പ്രതീകമാകുന്നു. ഹാർലേക്കർ ഗവർണറേക്കാൾ RSS പ്രവർത്തകനാകുമ്പോൾ RSS രാജ്ഭവനോ എന്നതാണ് ചോദ്യം.